മേപ്പാടിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റ ഡ്രൈവർ മരിച്ചു എന്നാണ് വാർത്ത. നെല്ലിമുണ്ട സ്വദേശി ഫൈസലാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് അപകടം. പരിക്കേറ്റ ഫൈസൽ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന 5 വിദ്യാർത്ഥികൾക്ക് നിസ്സാരമായി പരിക്കേറ്റു. റോഡ് മുറിച്ചു കടന്ന കുട്ടിയെ രക്ഷിക്കാൻ ബ്രേക്ക് ചെയ്തതോടെയാണ് ഓട്ടോറിക്ഷ മറിഞ്ഞതും അപകടമുണ്ടായതും ദാരുണമായ മരണവും. ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി വിലങ്ങിന് ഇങ്ങോട്ട് ഓടിയതാണ്. ആ കുട്ടിയെ വെട്ടിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ വെട്ടിച്ചതാണ്. കുട്ടിക്ക് തട്ടാതിരിക്കാൻ വെട്ടിച്ചതാണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞു പോയി. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. സുർജിത്ത് അയ്യപ്പത്ത് വാർത്തയുടെ സുർജിത്ത്, ഒരു ജീവൻ രക്ഷിക്കാനുള്ള ആഗ്രഹത്തിൽ മറ്റൊരു ജീവൻ പൊലിഞ്ഞു അല്ലേ? തീർച്ചയായും ഹാഷ്മി, അതാണ് വളരെ സങ്കടകരമായ ഒരു വാർത്ത. ഒരു കുട്ടി പൊടുന്നനെ റോഡ് മുറിച്ചു കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ ഈ ഓട്ടോറിക്ഷ ബ്രേക്ക് ഇട്ടതോടുകൂടി ഇത് മറിയുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. നെല്ലിമുണ്ട സ്വദേശി ചീരങ്ങൽ ഫൈസൽ, 42 വയസ്സാണ് ഫൈസലിന്റെ പ്രായം. അദ്ദേഹമാണ് മരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടായത്. മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. 5 കുട്ടികൾ ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന. കുട്ടികൾക്കെല്ലാം തന്നെ നിസ്സാര പരിക്കാണ്. പക്ഷേ ഫൈസലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ വെച്ചാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് മരണം. ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഫൈസലിന്. എന്തായാലും വലിയ സങ്കടകരമായ ഒരു വാർത്ത. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബ്രേക്ക് ഇട്ടതാണ്. പക്ഷേ അതൊരു അപകടമായി മാറി. അതിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് അപകടം മാറിയിരിക്കുന്നു. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വലിയ സങ്കടകരമായ രാവിലെയാണ് അപകടം ഉണ്ടായത്. ആ സമയത്ത് ഗുരുതരമായിരുന്നു. പക്ഷേ ആ ഓട്ടോയിൽ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്ക് കാര്യമായ പ്രശ്നമില്ല. തന്നെയുമല്ല, അദ്ദേഹം ഈ കുട്ടികളെ ഒരു റോഡ് ക്രോസ് ചെയ്ത കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഓട്ടോറിക്ഷ വെട്ടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും അങ്ങേയറ്റം സങ്കട വാർത്തയാണ് അത്.